മുരുകൻ ഈ ജനിക്കുന്ന സമയത്ത് വളരെ കുസൃതിയായിരുന്നു. അദ്ദേഹം ഈ സമയം ഈ പഠിപ്പിക്കുന്നതിന്റെ സമയമാകുമ്പോൾ പാർവതി സ്കൂളിൽ വിടാൻ വേണ്ടി ട്രൈ. അപ്പൊ അന്നത്തെ കാലത്ത് ഏറ്റവും ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്. രാവിലെ കാർത്തികേയൻ പഠിക്കാനായിട്ട് 10 മണിക്ക് പോയി, 10:10 കുട്ടി തിരിച്ചു വന്നു. അപ്പം സ്കൂളില്ലേന്ന് ചോദിച്ചു പാർവതി. അപ്പോൾ അങ്ങേർക്കൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. കാരണം ചെന്ന പറഞ്ഞ ബ്രഹ്മാവിനോട് ചോദിക്കുന്നത് പഠിപ്പിക്കലൊക്കെ അവിടെ ഇരിക്കട്ടെ, ഓങ്കാരത്തിന്റെ അർത്ഥം പറയാമെന്ന് പറയാം. ബ്രഹ്മാവിന് ഓങ്കാരം പോയിട്ട് മൂപ്പർക്കൊന്നും യാതൊരു പിടിയില്ല. അപ്പൊ ഓങ്കാരത്തിന് പഠിപ്പിക്കാൻ അറിയാത്ത നിങ്ങളാണ് എന്നെ പഠിപ്പിക്കുന്നത് വെച്ചിട്ട് ആദ്യം ഇങ്ങനെയുള്ള ഒരാളാണ് സൃഷ്ടി നടത്തുന്നത് പറഞ്ഞിട്ട് ബ്രഹ്മാവിനെ പിടിച്ച് തടവിലിടും. അപ്പൊ അച്ഛനെടുത്ത് കൊണ്ടു മഹാദേവന്റെ അടുത്ത്. ഇതേ മകൻ വന്ന് ഇപ്പോൾ സ്കൂളിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് സ്വയം കേട്ട് മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞിട്ട് അമ്മ പോകും. മകൻ ചോദിക്കും, എന്താ നീ ചെയ്തേ? ഓങ്കാരത്തിന്റെ അർത്ഥം അറിയില്ല അങ്ങേർക്ക്, അങ്ങേരാണ് എന്നെ പഠിപ്പിക്കുന്നത്. ഭഗവാൻ മുരുകനോട് ചോദിക്കും, നിനക്കറിയോ ഓങ്കാരത്തിന്റെ അർത്ഥം? പറയും, എനിക്കറിയാം ഓങ്കാരത്തിന്റെ അർത്ഥം. എന്നാ പറയൂ, കേൾക്കട്ടെ. അപ്പോ ഇങ്ങനെയല്ല പറയേണ്ടത്. അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ അച്ഛൻ അറിയാത്തോണ്ടാണ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ ഗുരുവാണ്, അച്ഛൻ അറിയില്ലെങ്കിൽ അച്ഛന്റെ ശിഷ്യനാണ്. ശിഷ്യൻ എങ്ങനെയാണോ ഇരിക്കേണ്ടത് അതുപോലെ ഇരിക്കണം എന്ന് പറയും. അപ്പൊ ഭഗവാൻ മുട്ടുകുത്തി ഇരിക്കും. അപ്പൊ ഈ ചെവിയിലാണ് ഓങ്കാരത്തിന്റെ അർത്ഥം പറയേണ്ടത്. ഉണ്ണിക്ക് ചെവിയിലെത്തില്ല. ഈ കുഞ്ഞു കുട്ടിയല്ലേ മുരുകൻ. ഭഗവാൻ എടുത്തിട്ട് വലത്തെ തോണ്ടിരുത്തും മുരുകനെ. അപ്പൊ ചെവിയിൽ ഈ ഓങ്കാരത്തിന്റെ അർത്ഥം മഹാദേവന് മുരുകൻ ഉപദേശിക്കുന്നതാണ്. ആ ഭാവത്തെ നമ്മൾ സ്വാമിനാഥൻ എന്ന് വിളിക്കും. അച്ഛന് വേദോപദേശം ചെയ്യുന്ന മകൻ.